ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. നമുക്ക് ആ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം, നല്ല കട്ട തൈര്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. ഈ നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് ഇത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഈ റൈസും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി എടുത്തു വച്ചേക്കുന്നതാണ്. ഈ 2 ഗ്ലാസ് അരിക്ക് നമുക്ക് 1.5 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി. ഇപ്പം ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ് എടുത്തേക്കണം. അത് ഈ ഗ്ലാസ് ആയതുകൊണ്ട് അതിന് 3.5 ഗ്ലാസ് വെള്ളം മതിയാവും. പക്ഷെ ഒരു 4 ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വറ്റിച്ചെടുക്കാനാണ്. അഥവാ നമ്മൾ വെള്ളം ഊറ്റാനാണെങ്കിൽ നമുക്കൊരു 8-9 ഗ്ലാസ് വെള്ളം വെക്കേണ്ടി വരും. അരി വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് കറുവപ്പട്ട, 3 ഏലയ്ക്ക, 1 കരയാമ്പൂ, പിന്നെ ഗ്രാമ്പു 5 എണ്ണം, ഒരു തക്കോലം, പെരിഞ്ചീരകം കുറച്ച്, 2 ബേസ്, 2 ബേ ലീഫ്, 2 എണ്ണോ ഒരു 3 ഒക്കെ ഇടാം നമുക്ക്. അപ്പം ഇത്രയും ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് ഇത്തിരി നെയ്യും ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കണം. വെള്ളം തിളച്ച് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഒനിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഞാനിത് വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഇളക്കിയതാണൊന്ന്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം വറുത്ത് കോരിയെടുത്ത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കുറച്ച് വേവ് കുറച്ചാണ് വാങ്ങണത്. ഇതൊരു 70% വേവിൽ വാങ്ങിയിട്ട് നമുക്ക് ഇതിപ്പോൾ ദമ്മിടാനുള്ളതല്ലേ. അപ്പോൾ ഇനി ഇത് തീ കിടത്ത ഇതിനകത്ത് ഒരു തുള്ളി വെള്ളമില്ലാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഇത് റെഡിയാക്കിയത്. നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത ആ പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ബാക്കി നമ്മൾ ഇനിയും വേവാനുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് 2 തക്കാളി വഴറ്റിയെടുക്കണം. ആ തക്കാളി വഴറ്റുമ്പോൾ മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം, പിന്നെ കുറച്ച് തൈര്. തക്കാളി നന്നായിട്ടൊന്ന് വേവണം. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഈ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ഒനിയൻ കുറച്ച് ചേർത്ത് കൊടുക്കുക, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക, കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കണം. ചെമ്മീനും ഇട്ട് ഇനി ഇതൊരു 3 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കണം. ഞാൻ ആദ്യം ചെമ്മീൻ ഒരു 3 മിനിറ്റ് വേവിച്ചിട്ടില്ല, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിനകത്തിട്ടാണ് അടുത്ത വേവ്. ഇനി നമുക്ക് തീ കിടത്തിയിട്ട് ദമ്മിടാൻ നോക്കാം. ഞാൻ ദമ്മിടാനുള്ള മസാല ചെമ്മീനും എല്ലാം കൂടി റെഡിയാക്കിയത് ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മീതെയാണ് ചോറിടാൻ പോകുന്നത്. ലേശം ഒനിയൻ ഇട്ട് കൊടുക്കാം, ഇത്തിരി മല്ലിയില, ഇത്തിരി പുതിനയില, ലേശം കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ചത് ഇതിൻ്റെ മീതായിട്ട് ചോറ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവോള ഇട്ട് കൊടുക്കാം. ഇനി കാഷ്നട്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ഇത്തിരി നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂടിക്കെട്ടി ഒരു 12 മിനിറ്റ് അടപ്പയിൽ വെച്ച് ചെറിയ തീയിൽ സ്റ്റീം ചെയ്യണം. ഞാനിത് ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടപ്പയിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തീ കിടത്തിയിട്ട് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മുടെ ബിരിയാണി ഒന്ന് അഴിച്ചു നോക്കിയാലോ. ഇനി നമുക്ക് കഴിച്ചാലോ. അപ്പം നമുക്ക് എടുത്ത് കഴിക്കാം അല്ലേ. പ്ലേറ്റിലെടുക്കട്ടെ.